എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാർക്കലി സത്യദാസും വരുണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സത്യദാസനോട് അനാർക്കലി പറഞ്ഞു, അറക്കൽ കുടുംബത്തിലെ ഗീതുവിനെയും ഗോവിന്ദനെയും ഗീതുവിന് വയറ്റ് വിടുന്ന കുഞ്ഞിനെ ഒന്നിനെ വെറുതെ വിടല് എല്ലാത്തിനെയും കൂടെ തീർത്തോണെന്ന് പറയണം. സത്യദാസൻ പറഞ്ഞു, അത് പേടിക്കണ്ട അനാർക്കലി, ഞാൻ അയച്ച കൊലയാളികള് അവരെ പിന്തുടരുന്നുണ്ട്. കാടിനുള്ളിൽ വെച്ച് തന്നെ അവരുടെ കഥ കഴിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പം അനാർക്കലി പറഞ്ഞ്, തീർക്കണം, ഒന്നിനെയും ജീവനോടെ വെച്ചേക്കരുത്. ആ കുടുംബത്തെ നശൂലാക്കി കളയണം. പിന്നീട് കുറച്ച് പണം എടുത്തും കൂടെ കൊടുക്കുകയാണ്. ഇതാ പറഞ്ഞ 5 ലക്ഷം രൂപയുണ്ടെന്ന് പറയണം. ഇത് കണ്ടുകഴിഞ്ഞപ്പോ അരുൺ പറഞ്ഞു, ഓ, പണമൊക്കെ ഉണ്ടല്ലോ അല്ലേ? എനിക്കറിയാം, എന്റെ അമ്മേനെ പറ്റിച്ച് പൈസ അല്ലേന്ന് ചോദിക്കരുത്. നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കരുത്. നിന്റെ അമ്മ എനിക്ക് എത്ര രൂപ തരാനുണ്ടെന്ന് നിനക്കറിയാലോ. കൂടുതൽ എന്നോട് ഒന്നും പറയക്കരുതെന്ന് പറയണം. ഇതോടുകൂടി വരുൺ പിന്നെ ഒന്നും മിണ്ടിയില്ല. സത്യദാസ് പറഞ്ഞു, അനാർക്കലി, ഇനി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ഞാനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇനിയിപ്പോൾ അവർ ജീവനോടെ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. 2 ശവമായിരിക്കും വരാനായിട്ട് പോകുന്നേ എന്നൊക്കെ സത്യദാസ് പറയണം. ആ സമയം ഗീതവും ഗോവിന്ദും കൂടെ നല്ല പ്രണയ ജോഡികളെ പോലെ കാട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അവരിലൂടെ നടക്കുന്ന സമയത്ത് ഗീതുവിന്റെ മനസ്സിലേക്ക് ഒരു പാട്ടുരംഗമൊക്കെയാണ് വരുന്നത്. താനും കണ്ണേട്ടനും ഇതിനു മുമ്പ് വന്ന സമയത്തൊക്കെ ഇവിടെ പെട്ടുപോയ ആ ഒരു സമയമൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ്. പിന്നീട് അവരിങ്ങനെ പ്രണയ ജോഡികളെ പോലെ കൈയും കോർത്ത് അതിലൂടെയൊക്കെ നടക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും വിശന്നു കഴിഞ്ഞപ്പത്തിന് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേനും കോയിന്ന് പറഞ്ഞു, ഇനിയിപ്പോ നമുക്ക് തിരിച്ചു പോകാലോ, കുറെ സമയമായല്ലോ എന്ന് പറയണം. പിന്നെ തിരിച്ചു പോകാനാ? ഇപ്പോഴോ? വേണ്ട, ഈ കാടിന്റെ വൈബ് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം. ദേ ഇപ്പൊ തന്നെ സമയം പോയി, ഇനിയിപ്പോ വൈബ് ആസ്വദിക്കേണ്ട കാര്യമുണ്ടോ? ഈ കണ്ണേട്ടന്റെ ഒരു കാര്യം അത് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് പറയണം. പിന്നീട് അവർ കുറച്ച് ദൂരം കൂടെ ഇങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും ഗീത ഒരു ചെറിയ മരം കണ്ടു. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതെ, എനിക്ക് മരത്തിലൊക്കെ കയറാൻ കൊതിയാകുമെന്ന് പറയണം. പറഞ്ഞു തീരുമല്ല, ഗീത ഓടിപ്പോയി ആ മരത്തിലേക്ക് കയറാൻ നോക്കണം. ഈ സമയം ഗോവിന്ദ് ഓടി വന്ന് ഗീതുവിനെ താഴെ ഇറക്കുക. നീ ഇത് എന്ത് പരിപാടി ഗീതു കാണിക്കണമെന്ന് ചോദിക്കും. എന്താ കണ്ണേട്ടാ, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? നീ എന്താ മരം കയറി നടക്കുന്നവളാണോന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ എനിക്കെന്തോ ഭയങ്കര ഒരു മൂഡ് തോന്നിയെന്ന് പറയണം. നിന്റെ മൂഡ് മനുഷ്യന് ഞാൻ പറയണില്ല ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ചീത്ത പറയണം. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ കയറുന്നില്ല, എനിക്ക് പറഞ്ഞ കണ്ണേട്ടൻ കയറാൻ പറയണം. ഞാനാ? അതെ, കണ്ണേട്ടൻ കയറി കണ്ണേട്ട, പ്ലീസ്, എനിക്ക് കൊതിയായിട്ടല്ലേ, എനിക്കാണ് കയറാൻ കൊതിയാവുക. കണ്ണേട്ടൻ കയറുന്നതാണ് അപ്പൊ എനിക്കൊരു സന്തോഷമാവെന്ന് പറയാം. അങ്ങനെ ഉന്തിത്തള്ളി ഒരു വിധത്തിൽ ഗോവിന്ദന്റെ മരത്തെ കയറ്റി വേണം. പിന്നീട് കുറച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞ്, മതി, ഇനി കയറണ്ട, ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ പറയണം. അങ്ങനെ ഗോവിന്ദ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ ഒരു മരത്തിന്റെ ചില്ലയിലേക്ക് പിടിക്കുകയാണ്. ഗീത പറഞ്ഞ് മുറുക്കെ പിടിക്കാൻ പറയണം. പക്ഷെ എന്ത് നേരെ പറയുന്നു, ഗോവിന്ദ് ആ ചില്ല ഒടിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാണ്. താഴെ ഗീതുവിന്റെ കാൽച്ചോട്ടിലേക്ക് വന്ന് വീഴുക. ഈ സമയം ഗീത ഓടക്കണം അലറി കയറിയ കണ്ണേട്ടാന്ന് വിളിക്കുകയാണ്. ഗോവിന്ദ് അനങ്ങുന്നില്ല. ഗോവിന്ദ് കണ്ണടിച്ചെടുക്കുക. എന്റെ ഭഗവാനെ, ദൈവമേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഗീതു ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. വല്ലാത്ത വെപ്രാളമായി പോയി ഗീതുവിന്. ഗീതു വീണ്ടും കിടന്ന് കുലുക്കി വിളിക്കുകയാണ് ഗോവിന്ദിനെ. ഗോവിന്ദ് അനങ്ങാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരെയും വിളിക്കണമെന്നും അറിയത്തില്ല. ആ സമയത്ത് ഗോവിന്ദ് പതുക്കെ ഒരു കണ്ണ് തുറന്നു നോക്കി. തന്റെ അഭിനയം നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. പിന്നീട് ഗോവിന്ദ് കണ്ണു തുറന്ന് ചോദിച്ചു, പേടിച്ചു പോയെന്ന് ചോദിക്കണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് ദേഷ്യവും സങ്കടവും വന്നു. പെട്ടെന്ന് ഗീതുവിനെ ഗോവിന്ദ് കെട്ടിപ്പിടിക്കണം. അതെ, എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് അഭിനയിച്ചല്ലേന്ന് ചോദിക്കണം. ആ മരത്ത് നിറച്ചും നിശറായിരുന്നു, അതെന്റെ ദേഹം മുഴുവൻ കയറിയെന്ന് പറയണം. അങ്ങനെ എന്റെ ദേഹത്ത് മാത്രം കയറിയിട്ട് കാര്യമില്ലോ, നിന്റെ ദേഹത്തോടെ കയറണ്ടെന്ന് പറഞ്ഞോട് വലിച്ച് ദേഹത്തേക്ക് ഇട്ടിട്ട് ആ നിശറിനെ മൊത്തം അവളുടെ ദേഹത്തെയും കൂടെ കയറ്റുവാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടുന്ന് പതുക്കെ എഴുന്നിട്ട് വീണ്ടും നടക്കുവാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, മതി, ഇനി പോയേക്കാന്ന് പറയാം. വേണ്ട കണ്ണേട്ടാ, കുറച്ചുകൂടെ സമയം കഴിയട്ടെ എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പെട്ടെന്ന് ആ കാഴ്ച കാണുന്നതേ അവിടെ ഒരു കുടിലെന്ന് പറയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു കുടില് വെച്ചിരിക്കുന്നു. രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് നീങ്ങുവാണ്. ഇവിടെ ആൾതാമസം ഉണ്ടോ നോക്കാന്ന് പറയണം. അപ്പോഴേക്കും ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുവാണ്. അവര് ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ വെറുതെ കാട് കാണാനായിട്ട് വന്നാന്ന് പറയണം. അപ്പൊ അവര് തേൻ എടുത്തിട്ടുണ്ടായിരുന്നു, തേൻ എടുക്കാൻ പോയതായിരുന്നു. തേനും കൊണ്ടാണ് അവരുടെ വരവ്. പെട്ടെന്ന് ഗീത ചോദിച്ചു, ഈ തേൻ കൊടുക്കാനുള്ളതാണെന്ന് നിൽക്കും. അതെ, ഞങ്ങൾക്ക് തരുമോന്ന് ചോദിക്കണം. അങ്ങനെ ഗീതു തേൻ മേടിച്ചു. ഗീതു തേൻ മേടിച്ച് ഗോവിന്ദ് പൈസയും കൊടുത്തു. ആ സമയം അവരുടെ തേൻ എടുക്കുന്ന പാത്രം കൈ കണ്ടു. അതെ, ആ പാത്രത്തിനകത്തുനിന്ന് കുറച്ച് തേനിന്റെ കയ്യിലേക്ക് ഒഴിച്ചു തരുമോന്ന് ചോദിക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തു, ഗോവിന്ദനും കൊടുത്തു. ഗീതു ആ തേൻ വാങ്ങിച്ചു കുടിച്ചു. ആ, നല്ല സൂപ്പർ ടേസ്റ്റ്. പിന്നീട് ഗോവിന്ദ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന്റെ മുഖത്തോടെയൊക്കെ തേനിരിക്കുകയാണ്. ഈ സമയം
ആ സ്ത്രീ പറഞ്ഞതേ ഇവിടെ അധിക സമയം നിൽക്കാൻ കൊള്ളത്തില്ല, ഇവിടെ കാട്ടുപോത്തുണ്ട്. അത് മാത്രമല്ല ആനയും കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ പൊയ്ക്കോ, അകത്തേക്ക് ഇനി അധിക ദൂരം പോവുകയും ചെയ്യില്ലെന്ന് പറയണം. ഇപ്പൊ തന്നെ തിരികെ പോയിക്കോളാൻ പറയണം. ഗോവിന്ദ് പറഞ്ഞു ആ ശരിയെന്ന് പറയണം. അങ്ങനെ അവരുടെ കുടിലിനകത്തേക്ക് കയറി പോയിക്കുമ്പോഴത്തേനും ഗോവിന്ദ് ഗീതുവിന്റെ മുഖത്തേക്ക് നോക്കുക. ഗോവിന്ദന് ആദ്യം ചിരി വന്നു. ഗീതുവിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ മുഖത്തോടെ ചുണ്ടത്തോടെ നിറച്ചും തേന്. പിന്നീട് ഗോവിന്ദ് എന്ത് ചെയ്യണം, ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഗീത പറഞ്ഞു മതി മതി, നമുക്ക് പോയേക്കാന്ന് പറയണം. എങ്ങോട്ട്? കാടിനകത്തേക്ക്. വേണ്ട വേണ്ട, അവര് പറഞ്ഞ കേട്ടോ. എന്റെ കണ്ണേട്ടാ, ഇവിടെ എന്തായിരിക്കുന്നത്? ആനയും കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല. ഈ കാളിയറവനത്തിലോ ഒന്ന് പൊക്കി അവിടുന്ന്, വേറെ പണിയൊന്നുമില്ല. അവര് വെറുതെ തള്ളി മറിച്ചു വിട്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. കുറെ ദൂരം അവരങ്ങ് സംസാരിച്ച് നടന്നു. അപ്പോഴേക്കും ഒരു കുയിലിന്റെ ശബ്ദം കേട്ടു, കുയില് കൂവുന്നേ. പെട്ടെന്ന് ഗീതു കുയില് കൂവുന്ന പോലെ കൂവാണ്. അപ്പൊ കുയില് തിരിച്ചു കൂവി. ഈ സമയം ഗോവിന്ദ് കൂവി കഴിഞ്ഞപ്പോഴത്തേനും കുയില് കൂവിയില്ല. കണ്ടോ, കണ്ണേട്ടൻ കൂവിട്ടോ കൂവിയില്ലോ. ഇത് എന്റെ കൂട്ടുകാരനാ ഇപ്പൊ കൂവിയത്. ഞാൻ കൂവുകയാണെങ്കിൽ ഇനിയും കൂവെന്ന് പറയണം. പിന്നെ നിന്റെ കൂട്ടുകാരനാണ് പോലും. പിന്നല്ലേ. അതെ, ഞാൻ കൂവി കഴിഞ്ഞപ്പോഴത്തേനും അവന് മനസ്സിലായി, അതുകൊണ്ട് അവൻ തിരിച്ചു കൂവിയെന്ന് പറയാം. എന്നിട്ട് കണ്ണേട്ടൻ ഇത്ര സമയം കൂവിയിട്ട് തിരിച്ചൊരു റെസ്പോൺസോ ഉണ്ടായില്ലല്ലോ എന്ന് പറയണം. വേണ്ട വേണ്ട എന്ന് ഗോവിന്ദ് പറയണം. അല്ല ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഗീതു ഒന്നുകൂടെ അങ്ങോട്ട് കൂവുകയാണ്. ഗീതു അങ്ങോട്ട് കൂവിയിട്ട് കഴിഞ്ഞിട്ട് കൂവിച്ചൊന്നും കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു വെറുതെ അങ്ങോട്ട് പുളു അടിച്ചു വിടുവല്ലേ എന്ന് പറയണം. അപ്പോഴേക്കുമാണ് ആനയുടെ ചിന്നംവിളി ശബ്ദം കേട്ടത്. ഒരു നിമിഷം ഗോവിന്ദനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഗീതു. ഗോവിന്ദ് പറഞ്ഞു അതെ, കുയിലിന്റെ ശബ്ദം കേട്ടില്ലേലും കുയിലിന്റെ കൂട്ടുകാരുടെ ശബ്ദം കേട്ടെന്ന് പറയണം. എല്ലാം നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? നിന്റെ ഫ്രണ്ട്സോടെ വരുന്നുണ്ട്, അവരെയും കൂടെ വിളിച്ചോളാൻ പറയണം. ഗീത പറഞ്ഞു പോകണ്ണേട്ടാ അവിടുന്ന്. അതെ, ആനയും കുതിരയും കടുവയും എല്ലാം കൂടെ വരും. എല്ലാരും നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേന്ന് ചോദിക്കാം. പോകണ്ടേട്ടാ നമുക്ക് പോകാന്ന് പറയണേ. എങ്ങോട്ട്? അല്ല വണ്ടിയുടെ എഴുതിയേക്കും. അപ്പൊ നീയല്ലേ പറഞ്ഞു കുറച്ചുകൂടി അങ്ങോട്ട് പോണം, ഇവിടെ ആനയും കടുവയൊന്നും ഇല്ലാന്ന്. അത് ഞാൻ ചുമ്മാ ഒരു പഞ്ചിന് പറഞ്ഞല്ലേ. എന്നാ ശരി വാന്ന് പറയണ. അങ്ങനെ ഗീതവും ഗോവിന്ദും കൂടെ തിരികെ വണ്ടിയുടെ അടുത്തേക്ക് എത്തുവാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. തക്കലേക്ക് കുറച്ചിപ്പറേ ഒരു ഹോം സ്റ്റേയിലാണ് നമുക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയേക്കുന്നത്. ഇന്ന് പോയി അവിടെ റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ നമുക്ക് തക്കലേക്ക് പോകാമെന്ന് പറയണം. അതാകും പിന്നെ കുഴപ്പമില്ലോ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് യാത്ര തുടരുവാണ്. ഈ സമയത്ത് വിജയലക്ഷ്മിനെ കാണാനായിട്ട് പണിക്കര് വരുവാണ്. അങ്ങനെ പണിക്കരെ കണ്ടപ്പോഴത്തേനും വിജയലക്ഷ്മി കുറെ കാലമായാലും പണിക്കരെ കണ്ടെന്ന് പറയണം. അത് പിന്നെ കണ്ണിന് കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാ വരാൻ സാധിക്കാത്ത വിജയലക്ഷ്മി എന്ന് പറയണം. അല്ല എന്ത് പറ്റി പിന്നെ ഈ വഴിക്കൊന്ന് വരാനായിട്ട്? അത് പിന്നെ വരേണ്ട ഒരു ആവശ്യം വന്നെന്ന് പറയണം. ഞാൻ ഇന്നലെ കണ്ണാശുപത്രി പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഗീതുവിനെയും ഗോവിന്ദനെയും കണ്ടെന്ന് പറയണം. എന്നിട്ട് അവരെന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് പറയണം. എന്ത്? അല്ല വിജയലക്ഷ്മി മുമ്പ് താമസിച്ചിരുന്ന എവിടെയാണെന്നും അതിനെക്കുറിച്ചൊക്കെ അറിയാവോന്നും അതൊക്കെ ചോദിച്ചെന്ന് പറയണം. എന്നിട്ട് പണിക്കർ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു തക്കലയിലെ താമസിച്ചിട്ടുണ്ടായിരുന്നു പറയണം. അല്ല അവര് വേറെ ഒന്നും ചോദിച്ചില്ലെന്ന് ചോദിക്കും. അല്ല വിജയലക്ഷ്മിയുടെ ഗുരു ആരാന്നൊക്കെ ചോദിച്ചു. അവിടെ സംഗീത കച്ചേരിയൊക്കെ ആയിട്ട് നടന്നു പറഞ്ഞപ്പോൾ ഗുരു ആരാന്ന് ചോദിച്ചു. അത് മാത്രം ഞാൻ പേര് ഓർക്കാത്തോണ്ട് പേര് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോയി. വേറൊന്നും ചോദിച്ചില്ലേ? അങ്ങനെയൊന്നും ചോദിച്ചില്ല. അല്ല വിജയലക്ഷ്മിയുടെ അവര് വിളിക്കുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ല, വിളിച്ചെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഗീതു ഞാൻ കാണുകയും ചെയ്ത, പക്ഷെ ഗീതു എന്നോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലെന്ന് പറയാം. എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി, അതുകൊണ്ട് ഒന്ന് വന്ന് പറഞ്ഞേക്കാന്ന് കരുതി. ഒരു പക്ഷേ ഇനിയിപ്പം എന്താ അവരങ്ങനെയൊക്കെ ചോദിച്ചെന്ന് അറിയില്ലോ എന്ന് പറയണം. ഇത് കേട്ടം വിജയലക്ഷ്മി പറഞ്ഞു ഞാനൊന്ന് പോയി ഗീതുവിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് എല്ലുവാണ്. അകത്തേക്ക് ഒന്ന് ഫോൺ എടുത്ത് ഡയൽ ചെയ്യുകയാണ്. ഡയൽ ചെയ്തിട്ട് കോള് കിട്ടുന്നില്ല, പരിധിക്ക് പുറത്തുനിന്നാ പറയണേ. വിളിച്ചിട്ട് കിട്ടുന്നില്ലോ, പരിധിക്ക് പുറത്തുനിന്നാണല്ലോ പറയണേ. എന്തായിരിക്കും പോലും ഗീതു അങ്ങനെയൊക്കെ ചോദിച്ച പണിക്കരോട്? ആ ഒരു സംശയം വിജയലക്ഷ്മിയുടെ മനസ്സിലുണ്ടാവാണ്. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ഗീതവും ഗോവിന്ദും കൂടെ കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കുക. കണ്ട് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ്, അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗീതനും ഗോവിന്ദനെ ഇല്ലാതാക്കാനായിട്ട് സത്യദാസ് അയച്ച ഗുണ്ടകൾ എത്തുവാണ്. അപ്പൊ അവരുടെ പിടിയിൽ നിന്ന് ഗീതവും ഗോവിന്ദൊക്കെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് കണ്ടറിയാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു.